Students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ TC വരെയാണ് നമ്മൾ പഠിച്ചത്, ടോട്ടൽ കോസ്റ്റ് വരെയാണ്. ഇനി ഈ TVC, TFC, TCയുടെ ഗ്രാഫ് എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ എക്സ് ആക്സിസ് നമ്മൾ ഔട്ട്പുട്ടിനെയും വൈ ആക്സിസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാകില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് TFCനെ ഡിനോട്ട് ചെയ്യുന്ന ഈ ലൈനാണ് TFCനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ TFCയുടെ പോയിന്റിൽ നിന്നും ഇവിടേക്ക് പോകുന്ന പോയിന്റ്, ആ ഗ്രാഫിനെയാണ് പറയുന്നത് TC എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. TVCനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഗ്രാഫാണ് TVCനെ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്താ, TC = TFC പ്ലസ് എന്താ TVC ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, TC മൈനസ് TVC. അതായത് ഇത്രയും വേരിയേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, TFC എന്ന് പറയുന്നത്. അതായത് TCയും TVCയും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് എന്താ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു എന്താ, ടോട്ടൽ കോസ്റ്റ് മൈനസ് എന്താ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത്രയും വേരിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതായത് ഇത്രയും വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും വേരിയേഷനാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഷേപ്പ് ഓഫ് ദി ഗ്രാഫും പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ഇക്വേഷൻസ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ABC. എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ TVC ആൻഡ് Q. എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. TVC ഡിവൈഡഡ് ബൈ എന്താ, Q. ABC is equal to TVC divided by Q. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, TVC ഫൈൻഡ് ചെയ്യാം. അത് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ABC ഇൻറ്റു എന്തെന്നാ Q. ABC എന്ന് പറഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഫൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് ഇക്വേഷന് മുമ്പായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. എക്സാമ്പിൾ 3.9. എക്സാമ്പിൾ 3.9. എക്സാമ്പിൾ 3.9 നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇഫ് എ ഫാം പ്രൊഡ്യൂസസ് 10 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. അതായത് ഒരു ഫാം എത്ര ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, Q എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ആണ്, 10 യൂണിറ്റ്സ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഫാം. അങ്ങനെയാണെങ്കിൽ TVC എത്രയാണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് TVC എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ₹70 തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ABC. എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, നമുക്ക് ABC ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ TVC തന്നിട്ടുണ്ട്, Qവും തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ, ABC is equal to എന്തെന്നാ ഇക്വേഷൻ, TVC ഡിവൈഡഡ് ബൈ Q. എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ, TVC ഡിവൈഡഡ് ബൈ എന്താ Q. TVC ഡിവൈഡഡ് ബൈ Q. TVC എന്ന് പറയുന്നത് ഇവിടെ എത്ര, 70 അല്ലേ, 70 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര രൂപ കിട്ടി, ₹7. എത്രയാണ്, ₹7 ആണ് നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ₹7 ആണ് നമ്മുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക്, അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കഴിഞ്ഞു. ഇനി ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. എന്തെന്നാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് AFC ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ABC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ TVC ബൈ Q ആണെങ്കിൽ AFC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, ഔട്ട്പുട്ട്. എന്താണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. ഇതാണ് AFC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, AFC ഇൻറ്റു എന്താ Q. AFC ഇൻറ്റു Q. ഇതാണ് ഇക്വേഷൻ. അതേപോലെ തന്നെ എക്സാമ്പിൾ 3.10. എന്താണ് എക്സാമ്പിൾ എന്താ, 3.10. എക്സാമ്പിൾ 3.10 പറഞ്ഞേക്കുന്നത്, നമുക്ക് ഒരു ഫാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8 യൂണിറ്റ്സ് ആണ്. ഇതാണ് ഒരു ഫാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്രയാണ്, 8 യൂണിറ്റ്സ് ആണെങ്കിൽ ഒരു ഫാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് 8 യൂണിറ്റ്സ് ആണ്. പിന്നെ അതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ₹800 ആണ്. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്, ₹800 ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ₹800 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് AFC എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്, AFC ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്.
AFC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? TFC ഡിവൈഡഡ് ബൈ എന്താ? Q. എന്താണ് AFC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ? TFC ഡിവൈഡഡ് ബൈ Q. അപ്പോൾ AFC is equal to TFC ഡിവൈഡഡ് ബൈ എന്താ? Q. TFC എന്ന് പറയുന്നത് 800 ഡിവൈഡഡ് ബൈ 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 100. എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 100. AFC is equal to എത്ര വരും? റുപ്പീസ് എത്രയാണ്? 100 റുപ്പീസ് ആണ് നമ്മുടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. എന്താ നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യുന്നത്? ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? SAC കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? SAC കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ SAC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? SAC കോസ്റ്റ് പെർ യൂണിറ്റ് ഔട്ട്പുട്ട് ഇൻ ദ ഷോർട്ട് റൺ ഇസ് കോൾഡ് എന്താ? ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. എന്താണ്? ഒരു എന്തിൻ്റെ കോസ്റ്റ് ആണ്? കോസ്റ്റ് പെർ എന്താ? യൂണിറ്റ് ഔട്ട്പുട്ട്. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഒരു ഷോർട്ട് റണ്ണിലുള്ള എന്താ? TC ബൈ എന്താ? Q. അത് ഏത് കണ്ടീഷനിലുള്ളതാ? ഷോർട്ട് റണ്ണിലുള്ള ടോട്ടൽ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ SAC is equal to എന്താ? ടോട്ടൽ കോസ്റ്റ് ബൈ Q. അത് ഏത് കണ്ടീഷനില? കോസ്റ്റ് പെർ ഔട്ട്പുട്ട് ഇൻ ഷോർട്ട് റൺ. ഇതാ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ എന്താ? ഷോർട്ട് റണ്ണിലാണെങ്കിൽ അതിനെയാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂഷ്വലി നമ്മൾ വിളിക്കുന്നത് ആവറേജ് കോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ യൂഷ്വലി എന്താ വിളിക്കുന്നത്? ആവറേജ് കോസ്റ്റ് ഏത് കണ്ടീഷനിലുള്ളതാ? ഷോർട്ട് റൺ കണ്ടീഷനിലുള്ള SACനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താ? Q. ഇനി SAC ഫൈൻഡ് ചെയ്യാനുള്ള വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് AFC പ്ലസ് ABC. എന്താണ്? AFC പ്ലസ് ABC. ഇക്വേഷൻ എല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിലും ഇത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ SAC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? AFC പ്ലസ് എന്താ? ABC. ഇനി ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ഉണ്ട്. എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ എക്സാമ്പിൾ 3.11ലാണ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 3.11. എക്സാമ്പിൾ 3.1ൽ നമുക്ക് പറഞ്ഞേക്കുന്നത് നമുക്ക് ഒരു ഫാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ എന്താണ്? 10 യൂണിറ്റ്സ് എന്താ? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ TFC എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? അതിൻ്റെ TFC തന്നേക്കുന്നത് 350 റുപ്പീസാണ്. അതിൻ്റെ TFC എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. TFC എത്രയാണ്? 100 റുപ്പീസും TVC നമുക്ക് എത്രയാണ് തന്നേക്കുന്നത്? 250 റുപ്പീസും ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? TFCയും TVCയും ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് 10 യൂണിറ്റ്സും തന്നിട്ടുണ്ട്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് SAC ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? SAC ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ SAC ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ എന്താ? SAC is equal to ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താ? Q. ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഇല്ല, ഉണ്ടോ? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ TFC പ്ലസ് എന്താ? TVC. കാരണം നമുക്ക് തന്നിട്ടുള്ളത് TFCയും TVCയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. TC is equal to എത്ര വരും? 250 ഡിവൈഡഡ് പ്ലസ് എന്താ? 250 പ്ലസ് 100. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര കിട്ടി നമുക്ക്? റുപ്പീസ് 350 റുപ്പീസ് നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കോസ്റ്റ് കിട്ടി. അപ്പോൾ നമുക്കൊരു ടോട്ടൽ കോസ്റ്റ് തന്നിട്ടില്ല. എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. ആ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ ഇക്വേഷൻ TFC പ്ലസ് എന്താ? TVC. അപ്പോൾ 350 റുപ്പീസ് എന്ത് കിട്ടി? ടോട്ടൽ കോസ്റ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അതായത് SAC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? SAC is equal to TC by എന്താ? Q. അതായത് ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് 350 നമ്മൾ ഓൾസോ ഫൈൻഡ് ചെയ്തു. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എത്രയാണ്? 10 യൂണിറ്റ്സ് ആണെങ്കിൽ SAC is equal to റുപ്പീസ് എത്രയാണ്? 35 റുപ്പീസ് ആണ് നമ്മുടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? 35 റുപ്പീസ് ആണ് നമ്മുടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണ്. അതാണ് SAC എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്നാണ്. എന്താണ്? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ദാറ്റ് മീൻസ് SMC. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്?
SMC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. എന്താണ് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്? നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? ചേഞ്ചിനെ ഡെൽറ്റ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താ? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. എന്താണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ എന്താ? ഡെൽറ്റ ക്യൂ ആണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ SMC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് 1. എന്താണ് രണ്ട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ടി സി ടോട്ടൽ കോസ്റ്റ് എൻ മൈനസ് ടോട്ടൽ കോസ്റ്റ് എന്താ? ടി സി എൻ മൈനസ് ദാറ്റ് മീൻസ് ടി സി 2 മൈനസ് എന്താ? ടി സി 1. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ എന്താണ് നിൽക്കുന്നത്? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ എന്താ? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഇനി ഇവിടെ എക്സാമ്പിൾ 3.12 എന്താണ്? എക്സാമ്പിൾ 3.12 ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടി സി 9 യൂണിറ്റ്സ് ഈസ് 100 rupees 100. എന്താണ് ടി സി ഫോർ 9 യൂണിറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 100 rupees ആണ്. 9 യൂണിറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 100 rupees ആണ്. When the number of units become when the number of units become 9 minus 1 is equal to എന്താ? 8 യൂണിറ്റ്സ് ആണെങ്കിൽ ടി സി വാസ് എത്രയാ? 90. 8 യൂണിറ്റ്സിൻ്റെ ടി സി എത്രയാ? 90. 8 യൂണിറ്റ്സിൻ്റെ ടി സി എത്രയാ? 93 rupees ആണെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? SMC ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് SMC ഫൈൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ SMC എത്ര വരും നമുക്ക്? 100 അല്ലേ? 100 മൈനസ് 93 ഡിവൈഡ് ബൈ എത്രയാ? 9 മൈനസ് 8 എത്ര വരും? 100 മൈനസ് 93 എന്ന് പറയുന്നത് 7. 7/1 ആൻസർ എത്ര വരും? 7 അല്ലേ? 100 എന്ന് പറയുന്നത് ടി സി 1 അല്ലേ? ഇക്വേഷൻ ടി സി 1ഉം ഇതെന്താ? ടി സി 2ഉമാണ്. ഇതെന്താ? Q1ഉം ഇതെന്താ? Q2 ആണെങ്കിൽ SMC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ എന്താ? ഡെൽറ്റ ക്യൂ. അതായത് നമ്മൾ Q1 9 യൂണിറ്റ്സ് ആയപ്പോൾ ടി സി 1 എത്ര എത്തി? 100 rupees ആണ്. Q2 8 യൂണിറ്റ്സ് ആയപ്പോൾ ടി സി 2 എത്രയായിരുന്നു? ടോട്ടൽ കോസ്റ്റ് എത്രയായിരുന്നു? 93 rupees ആണെങ്കിൽ ഫൈൻഡ് SMC എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് SMC ആയിരുന്നു ഫൈൻഡ് ചെയ്യേണ്ടത്. SMC ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ടി സി ഡിവൈഡ് ബൈ എന്താ? ഡെൽറ്റ ക്യൂ ആണ്. അപ്പോൾ ഡെൽറ്റ ടി സി എന്ന് പറയുന്നത് ടി സി 2 മൈനസ് അല്ലേ? ഡെൽറ്റ ടി സി എന്ന് പറയുന്നത് ടി സി 2 മൈനസ് എന്താ? ടി സി 1 ഡിവൈഡഡ് ബൈ എന്താ? ടി സി 1 മൈനസ് ടി സി 2 ഡിവൈഡ് ബൈ Q1 മൈനസ് എന്താ? Q2. ഇതാണ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. Q1 മൈനസ് എന്താ? Q2. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചെയ്യാനുള്ള ഇക്വേഷൻസ്. ഇക്വേഷൻസ് എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഇതിൻ്റെ പ്രോബ്ലംസും ചെയ്ത് നോക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.